അമേരിക്കയുടെ ചർച്ചാ നിർദ്ദേശങ്ങളോട് കർശന നിലപാട് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തിക്കഴിഞ്ഞു. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ മാത്രമേ ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്നും സമാധാന ശ്രമങ്ങളുടെ മറവിൽ നടത്തിയ ആക്രമണങ്ങൾ മറക്കാനാകില്ല എന്നുമുള്ള തന്റെ കൃത്യമായ നിലപാടാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. തുർക്കി വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രതികരണം. അതോടൊപ്പം തന്നെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ പുതിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇറാൻ സുരക്ഷാ കൗൺസിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കപ്പലുകളുടെ ഗതാഗതം നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കൂടുതൽ കർശനമായ നടപടികളാണ് ഇനി മുതൽ ഏർപ്പെടുത്താൻ പോകുന്നത്. അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇനി സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുക കൂടിയാണ് ഇവിടെ ഇറാൻ ചെയ്യുന്നത്. അമേരിക്കയുടെ സമാധാന ചർച്ചകൾക്ക് പിന്നിലെ ഇരട്ടത്താപ്പും പശ്ചിമേഷ്യയിൽ ഇറാൻ സ്വീകരിക്കുന്ന ധീരമായ നിലപാടുകളും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ വക്താക്കളായി ചമഞ്ഞുകൊണ്ട് തന്നെ സൈനിക നീക്കങ്ങളും ഉപരോധങ്ങളും തുടരുന്ന അമേരിക്കയുടെ നയതന്ത്രത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക വഴി സ്വന്തം പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ചർച്ചകൾക്ക് ക്ഷണിക്കുകയും മറുഭാഗത്ത് ആക്രമണങ്ങളും പ്രകോപനങ്ങളും തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ന്യായമായ പ്രതിരോധമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സമാധാന ശ്രമങ്ങളുടെ മറവിൽ നടന്ന പഴയകാല ആക്രമണങ്ങളെയും വഞ്ചനകളെയും വിസ്മരിക്കാൻ കഴിയില്ല എന്ന ഇറാന്റെ നിലപാട് ചരിത്രപരമായ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടത് തന്നെയാണ്. മുമ്പ് പലതവണ ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടും തങ്ങളുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടതും വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടതും ഇറാനെ കൂടുതൽ ജാഗരൂകരാക്കിയിട്ടുണ്ട്. തുർക്കി വിദേശകാര്യ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ഇറാൻ നടത്തിയ ഈ പ്രതികരണം മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയോടെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും ഏകപക്ഷീയമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയാനുമുള്ള ആത്മവിശ്വാസം തന്നെയാണ് പ്രകടമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സുരക്ഷാ കൗൺസിൽ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ തന്ത്രപരമായ നീക്കവുമാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിൽ ഒന്നായ ഹോർമുസിൽ കപ്പൽ ഗതാഗതത്തിന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തുന്നത് വഴി തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ബാഹ്യശക്തികളുടെ അനാവശ്യ ഇടപെടലുകളെ പ്രതിരോധിക്കാനും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ ഒരു പ്രധാന ശക്തിയാണെന്നതും തങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടെ ഒരു അധിനിവേശവും സാധ്യമല്ലെന്നുമാണ് ഈ നീക്കം തെളിയിക്കുന്നത്. അമേരിക്കയുടെ കപടമായ സമാധാന നീക്കങ്ങളെ തുറന്നു കാട്ടുന്നതിനോടൊപ്പം സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാനുള്ള ഇറാന്റെ ഈ പോരാട്ടം ആധുനിക സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പുതിയ അധ്യായം തന്നെയാണ് തുറക്കപ്പെടുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകളിലെ വൈരുദ്ധ്യം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നത് തർക്കമില്ലാത്ത വിഷയം കൂടിയാണ്. ഒരു വശത്ത് സമാധാന ശ്രമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും മറുവശത്ത് സൈനിക നീക്കങ്ങൾക്കും ആക്രമണങ്ങൾക്കും ആയുധം നൽകുന്ന നയമാണ് ഇവർ ഇവിടെ സ്വീകരിക്കുന്നത്. മേഖലയിലെ സംഘർഷങ്ങളുടെ മൂലകാരണം ഇത്തരം ഏകപക്ഷീയമായ ഇടപെടലുകളാണ് എന്ന ഇറാന്റെ വാദം ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. സമാധാന ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോഴും ഇറാനെയും മറ്റ് പ്രാദേശിക ശക്തികളെയും സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളാണ് പലപ്പോഴും അരങ്ങേറുന്നത്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സമാധാനത്തെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്ന രീതിയാണ് ഇവിടെ പ്രകടമാകുന്നത്. ആക്രമണങ്ങൾ തുടരുന്നതിനിടയിൽ നടത്തുന്ന ഇത്തരം സമാധാന ശ്രമങ്ങൾ കേവലം പുകമറ മാത്രമാണെന്ന വിമർശനം അതുകൊണ്ട് തന്നെ ശക്തവുമാണ്. മേഖലയിലെ സമാധാനം എന്നത് കേവലം ചർച്ചകളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് പ്രായോഗികമായ വെടിനിർത്തലിലൂടെയും വിദേശ ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നതിലൂടെയും മാത്രമേ അത് സാധ്യമാക്കുകയുള്ളൂ. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക നൽകുന്ന അമിതമായ പിന്തുണയാണ് സമാധാനത്തിനുള്ള പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ യുദ്ധം പൂർണ്ണമായും അവസാനിക്കാതെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്ന ഇറാന്റെ ഉറച്ച നിലപാട് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ഇരട്ടത്താപ്പിനുള്ള കൃത്യമായ മറുപടിയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം തന്നെ ഇറാനിൽ കടന്നു കയറുന്ന അമേരിക്കൻ സൈനികരെ സ്രാവിന്റെ ഭക്ഷണമാക്കുമെന്ന് ഇറാൻ പറയുന്നത് വെറുതെയല്ല. അവർക്ക് അതിനുള്ള ശേഷിയും സംവിധാനവും ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം കർക്കശമായ മുന്നറിയിപ്പുകൾ വെറും വാചക കസർത്തുകളല്ല എന്ന വസ്തുത ആഗോള സൈനിക നിരീക്ഷകർ വളരെ ഗൗരവത്തോടെ നിരീക്ഷിക്കുന്നുണ്ട്. തങ്ങളുടെ ഭൂപ്രദേശത്തിന്മേലോ സമുദ്ര അതിർത്തികളിലോ ഉണ്ടാകുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും നേരിടാൻ അത്യാധുനികമായ മിസൈൽ സംവിധാനങ്ങളും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ ഇറാന്റെ നാവിക കരുത്ത് അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ്. അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന പ്രകോപനപരമായ നിലപാടുകൾ മേഖലയെ ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയും ശക്തമാണ്.
മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ ഏകപക്ഷീയമായ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും തുടരുന്നത് തിരിച്ചടിയാകുമെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. സമാധാനത്തിന്റെ ഭാഷയേക്കാൾ ഉപരിയായി പ്രതിരോധത്തിന്റെ ഭാഷയിലാണ് ഇറാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ശക്തമായ സൈനിക ശേഷിയുള്ള ഒരു രാജ്യത്തെ പ്രകോപിപ്പിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്നതിൽ അമേരിക്കൻ നേതൃത്വം പരാജയപ്പെടുന്നത് വലിയ രാഷ്ട്രീയ പിഴവായിട്ടും വിലയിരുത്തപ്പെടുന്നു. ഇറാൻ സുരക്ഷാ കൗൺസിലിന്റെ പുതിയ തീരുമാനങ്ങളും സൈനിക വിന്യാസവും സൂചിപ്പിക്കുന്നത് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ അവർ സജ്ജമാണ് എന്ന് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് മേഖലയിലെ സമാധാനത്തിന് തിരിച്ചടിയാകുമെന്ന കാര്യവും ഉറപ്പാണ്. എന്തൊക്കെയായിരിക്കും പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്.